നമ്മൾ മാത്സ് ചാപ്റ്റർ 3 പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് ആണ് ഈ പാർട്ടിൽ. അതിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഈ ഫസ്റ്റ് പാർട്ടിൽ പറയാൻ പോകുന്നത്. പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ ജനറൽ ഫോമും സൊല്യൂഷൻ അനുസരിച്ച് അതിന് കൊടുക്കുന്ന പേരും ആണ് നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാൻ പോകുന്നത്. നോക്കണം, നമ്മൾ ജനറൽ ഫോം ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ കഴിഞ്ഞ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചു. അതെന്തായിരുന്നു ജനറൽ ഫോം? ax പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0 where a and b are real numbers, a not equal 0. ബട്ട് നമ്മൾ ജനറൽ ഫോം ഓഫ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ നമ്മൾ ക്ലാസ് 9th പഠിച്ചു. അതെന്താണ് അതിൻ്റെ ജനറൽ ഫോം? ഒന്ന് റീകോൾ ചെയ്യാം. ax പ്ലസ് ബി വൈ plus c is equal to 0 where a, b and c are real numbers but a, b not equal 0. ഇതാണ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസിൻ്റെ ജനറൽ ഫോം. ഇവിടെ 2 വേരിയബിളാണ്, 2 വേരിയബിൾ എക്സും വൈയും, ഇവിടെ only 1 വേരിയബിൾ. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത് ഇതിൻ്റെ പേഴ്സാണ്. ഇപ്പോൾ ഇത് ഒരെണ്ണമാണെങ്കിൽ ഇതേപോലെ വേറൊരു ഇക്വേഷനൂടെ വരും. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോണം. അപ്പോൾ അതിൻ്റെ ഒന്നുകൂടെ പറയുന്നു. ജനറൽ ഫോം ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ എന്ന് പറയുന്നത് ax പ്ലസ് ബി വൈ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 വെയർ എ, ബി ആൻഡ് സി ആർ റിയൽ നമ്പേഴ്സ്, a, b നോട്ട് ഈക്വൽ 0. നെക്സ്റ്റ് ജനറൽ ഫോം ഓഫ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്. ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പേര്. അതെന്താണ് അതിൻ്റെ ജനറൽ ഫോം? ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റാണ് എ, ഇവിടെ വൈൻ്റെ കോഎഫിഷ്യൻ്റാണ് ബി, സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു പെയർ വരുമ്പോൾ പെയർ മീൻസ് ഒരു ജോഡി. ഇവിടെ 2 ഇക്വേഷൻ വരും. അപ്പോൾ ഈ 2 ഇക്വേഷന് ഫസ്റ്റ് ഇക്വേഷൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിനെ നമ്മൾ a1 എന്നും വൈയുടെ കോഎഫിഷ്യൻറ്റിനെ b1 എന്നും ഫസ്റ്റ് ഇക്വേഷനിലെ കോൺസ്റ്റൻറ്റിനെ നമ്മൾ c1 എന്നും നെക്സ്റ്റിലെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിനെ നമ്മൾ a2 എന്നും വൈൻ്റെ കോഎഫിഷ്യൻറ്റിനെ b2 എന്നും കോൺസ്റ്റൻറ്റിനെ c2 എന്നുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് നമ്മളെല്ലായിടവും ഇനി ഉപയോഗിക്കേണ്ടതാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇപ്പോൾ ജനറൽ ഫോം ഓഫ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾസിൻ്റെ ജനറൽ ഫോം ഇതാണ്. a1x പ്ലസ് b1y പ്ലസ് c1 ഈസ് ഈക്വൽ ടു 0 ആൻഡ് a2x പ്ലസ് b2y പ്ലസ് c2 ഈസ് ഈക്വൽ ടു 0 വെയർ a1, b1, c1, a2, b2 ആൻഡ് c2 ആർ റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പം റാഷണലും ഇറാഷണലും എല്ലാം വരും റിയൽ നമ്പേഴ്സിൽ, 0 ഇൻക്ലൂഡിങ് 0. ബട്ട് ഇവിടെ ഒരു കണ്ടീഷനുണ്ട്, എന്ത് 0 ആവാൻ പാടില്ല. a1 സ്ക്വയർ പ്ലസ് b1 സ്ക്വയർ നോട്ട് ഈക്വൽ 0 ആൻഡ് a2 സ്ക്വയർ പ്ലസ് b2 സ്ക്വയർ നോട്ട് ഈക്വൽ 0 എന്ന് പറയുമ്പം ഇത് നിങ്ങളിപ്പം അങ്ങ് ബൈഹാർട്ട് ആക്കണ്ട. ഇത് നമ്മൾ പ്രത്യേകിച്ച് ഇതിന് വലിയ ഇമ്പോർട്ടൻസ് സാധാരണ വേണ്ടി പറയുന്നതല്ല. ഇപ്പോൾ ഈ 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നതുകൊണ്ട് എവിടുന്നും ക്വസ്റ്റ്യൻ വരാം. അതുകൊണ്ടാണ് അതിൻ്റെ ഇത് പറഞ്ഞത്. ബട്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കിയിരിക്കണം? ജനറൽ ഫോം നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഇനി നമുക്ക് ഈ പെയർ ഓഫ് ലീനിയർ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ 2 മെത്തേഡുണ്ട്. ദർ ആർ 2 മെത്തേഡ്സ് ടു സോൾവ് എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന ആൾജിബ്രിക് മെത്തേഡും സെക്കൻഡ് മെത്തേഡ് ഗ്രാഫിക്കൽ മെത്തേഡുമാണ്. ഇത് എന്താണെന്ന് പറയുന്നതിനിപ്പുറം നമുക്ക് ഈ സൊല്യൂഷൻ അനുസരിച്ച് ഇവയ്ക്ക് 3 പേര് കൊടുത്തിട്ടുണ്ട്. അതായത് കൺസിസ്റ്റൻ്റ് എന്നും ഇൻകൺസിസ്റ്റൻ്റ് എന്നും ഡിപ്പെൻഡൻറ്റ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ എന്നും പേര് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. നോക്കിയേ, അപ്പം അത് കഴിഞ്ഞിട്ടേ ആൻറ്റി ഇങ്ങോട്ട് പോകത്തുള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ തിരിച്ചായിരിക്കും ഗ്രാഫിക്കൽ മെത്തേഡൊക്കെ പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. ബട്ട് ആൻറ്റിക്ക് കൺവീനിയൻസ് എന്ന് തോന്നിയത് നിങ്ങൾക്ക് ഇത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോണം. എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ വിച്ച് ഹാസ് നോ സൊല്യൂഷൻ ഈസ് കാൾഡ് ഇൻകൺസിസ്റ്റൻറ്റ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ. എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ നമുക്കറിയാം ജനറൽ ഫോം എക്സിനും വൈയും, എക്സും ഉണ്ട് വൈയും ഉണ്ട്. ഇവിടെ എക്സിനും വൈക്കും
വാല്യൂ കിട്ടത്തില്ല. അങ്ങനെയുള്ള സൊല്യൂഷനെയാണ് എന്ത് പറയുന്നത്? ഇൻകൺസിസ്റ്റൻറ്റ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അവിടെ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ വിച്ച് ഹാസ് നോ സൊല്യൂഷൻ ഈസ് കാൾഡ് ഇൻകൺസിസ്റ്റൻറ്റ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ. ഇതിനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചും ഇവിടെ മനസ്സിലാവും. ഇപ്പോൾ ഒന്ന് ആരും ടെൻഷൻ വേണ്ട, നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ വിച്ച് ഹാസ് എ സൊല്യൂഷൻ ഈസ് കാൾഡ് കൺസിസ്റ്റൻറ്റ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ. അതായത് എക്സിനും വൈക്കും ഒരേ ഒരു വാല്യൂ മാത്രം കിട്ടുന്ന സൊല്യൂഷനെ കൺസിസ്റ്റൻറ്റ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ എന്നാണ് പറയുന്നത്. അടുത്തത് എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ വിച്ച് ആർ ഇക്വലൻ്റ് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി ഡിസ്റ്റിങ്ക്റ്റ് കോമൺ സൊല്യൂഷൻ. അപ്പോൾ എന്ന് നോക്കി, അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ വിച്ച് ആർ ഇക്വലൻ്റ് എന്ന് വെച്ചാൽ അത് രണ്ട് ഇക്വേഷനും ഈക്വൽ ആണെന്ന്. അതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വരുന്ന കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ആൻറ്റി മാറ്റി തരാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2x + y = 2 ആണെങ്കിൽ ഇത് തന്നെ ഇതിൻ്റെ ഇക്വലൻ്റ്, നമ്മൾ ഇക്വലൻ്റ് ഫ്രാക്ഷനൊക്കെ പഠിച്ചോട്ട് ഈ 2ൻ്റെ 2 ടൈംസ് ഇവിടെ 4x ആവും. ഇവിടെ ഇത് 2 ടൈംസ് ആയതുകൊണ്ട് ഇവിടെയും ഇത് 2 ടൈംസ് ആവും. അപ്പോൾ ഇവിടെ വൈയുടെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. അപ്പോൾ അത് ഈ കോഎഫിഷ്യൻറ്റ് 1 ആവും. ഇതും ഇതിൻ്റെ ടോയ്സ് ആവും. അപ്പോൾ എത്ര ആവും കണ്ടോ? അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇയാളും ഈക്വലാണ്. നമ്മുടെ അനുസരിച്ച് ഇവിടെ നിങ്ങൾ ഇത് പഠിക്കാൻ തുടങ്ങിയില്ല. ഇങ്ങനെയാണ് നമ്മുടെ ഫോം. ഇതിലോട്ട് നിങ്ങൾ വന്നില്ല. അപ്പോൾ ഇതിനെ നമ്മളിവിടെ കോമൺ ആയിട്ട് 2 എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കളയുമ്പോൾ ഇതും എത്ര കിട്ടും? ഇവിടുന്ന് 4xനും 2yനും 4ൽ നിന്നും 2 കോമൺ എടുത്ത് കഴിയുമ്പം 2x + y + 2 = 0. ഇയാളെ ഇവിടെ കൊണ്ട് കളയുമ്പോൾ 2x + y + 2 = 0. ഇങ്ങനെ വരുന്ന ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഈ വരുന്നത്. അതായത് ഈ രണ്ട് ഇക്വേഷനും ഈക്വലാണ്. ഈ ഇക്വേഷൻ രണ്ടും ഈക്വലാണ്. അതാണ് ഇവിടെ പറയുന്നത്. എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ വിച്ച് ആർ ഇക്വലൻ്റ് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു, ഒന്നുകൂടെ അതിൻ്റെ റിപ്പീറ്റ് ചെയ്യുകയാണ്. പേര് സൊല്യൂഷൻ അനുസരിച്ച് എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ വിച്ച് ഹാസ് നോ സൊല്യൂഷൻ ഈസ് കാൾഡ് ഇൻകൺസിസ്റ്റൻറ്റ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ. പേര് മറക്കരുത്, 1 മാർക്കിന് ഇതെല്ലാം ചോദിക്കും. എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ വിച്ച് ഹാസ് എ സൊല്യൂഷൻ, ദാറ്റ് ഈസ് only one solution is called consistent pair of linear equation. A pair of linear equation which are equivalent has infinitely many distinct common solution. Such a pair is called dependent pair of linear equation. ഇതിൻ്റെ നോട്ട് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് ആവശ്യമെന്ന് കണ്ടാൽ നോക്കിയാൽ മതി. ഇനി നമ്മൾ ഇതൊരു എക്സാമ്പിൾ സഹിതം മനസ്സിലാക്കാൻ പോവാണ്. അപ്പോൾ ഈ ടേബിൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തേക്കണം. എന്തെങ്കിലും ഇൻകൺവീനിയൻസ് വരുന്നെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ആൻറ്റി ഫസ്റ്റ് ടൈമാണ് ഇത്. ശരിക്കും ഇത് നമ്മളൊരു ബിലോ ആവറേജ് കുട്ടികളൊക്കെ ഉണ്ട് 10th. ഞാൻ ട്യൂഷൻ പഠിപ്പിക്കുന്നതായതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയും മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇൻകൺവീനിയൻസ് വന്നാൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പം ഇനി ഇത് പറയാൻ പോവാണ്. അതായത് ഒരു എക്സാമ്പിളിലൂടെ ആൻറ്റി ഈ പറഞ്ഞതിനെ എല്ലാത്തിനെയും ആൻറ്റി പരിചയപ്പെടുത്താൻ പോവാണ്. അപ്പം ആൻറ്റി പറഞ്ഞു ഗ്രാഫിക്കൽ മെത്തേഡുണ്ട്, ആൾജിബ്രിക് മെത്തേഡുണ്ടെന്ന് പറഞ്ഞു. ആൾജിബ്രിക് മെത്തേഡിൽ എക്സാക്റ്റ്ലി 1 സൊല്യൂഷൻ ഉള്ളതിന് അല്ലെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ ഉള്ളതിനെ നമ്മൾ എന്ത് പെയർ എന്നായിരുന്നു പറയുന്നത്? കൺസിസ്റ്റൻറ്റ് പെയർ എന്നാണ് പറഞ്ഞത്. അതായത് യുണീക്ക് സൊല്യൂഷൻ ഉള്ളതിനെ കൺസിസ്റ്റൻറ്റ് പെയർ എന്നാണ് പറഞ്ഞത്. ഈ കൺസിസ്റ്റൻറ്റ് പെയറുള്ള ആൾജിബ്രിക്കലി കിട്ടുന്ന ഈ സൊല്യൂഷൻ ഗ്രാഫിക്കലി എങ്ങനായിരിക്കും? ഗ്രാഫിക്കലി അതായത് നിങ്ങൾ കഴിഞ്ഞ വർഷം എന്ത് പഠിച്ചിട്ടുണ്ട്? ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്. പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ അല്ല, ഒൺലി ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസിൻ്റെ ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഗ്രാഫിൽ ഒരു സൊല്യൂഷനാണോ വരുന്നത്? പെയർ ഓഫ് സൊല്യൂഷനാണ്. അപ്പോൾ 2 പെയർ ഓഫ് ഇക്വേഷനാണ്. അപ്പോൾ എന്ത് വരും? ഇത് y കോർഡിനേറ്റ്സ്, ഇത് x കോർഡിനേറ്റ്. ഇതൊക്കെ ഗ്രാഫ് പഠിപ്പിക്കുമ്പോൾ അതിന് നന്നായിട്ട് പറഞ്ഞു തരാം. ഇത് ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെങ്കിൽ മറ്റേ ഇക്വേഷനും ഷുവറായിട്ടൊരു സൊല്യൂഷൻ കാണും. അതും വേറൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇവന്മാർ രണ്ടുപേരും കൂടെ ഒരിടത്ത് മീറ്റ് ചെയ്യും ഒരു പോയിൻറ്റിൽ. അതായത് ദേ മീറ്റ് ഇൻ 1 പോയിൻറ്റ്. അതായത് ഇതെന്ന് പറയുന്നത് ഇൻ്റർസെക്റ്റിംഗ് ലൈൻ ആയിരിക്കും. എന്തിൻ്റെ സൊല്യൂഷൻ? കൺസിസ്റ്റൻറ്റ് പെയർ ഓഫ് ഇക്വേഷൻ്റെ ഗ്രാഫിക്കൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്
ഇൻ്റർസെക്റ്റിംഗ് ലൈൻ ആയിരിക്കും. മനസ്സിലായോ? ആൾജിബ്രയ്ക്കോ ഇതിന് only one സൊല്യൂഷൻ മാത്രമേ കാണത്തുള്ളൂ. മനസ്സിലായല്ലോ? നെക്സ്റ്റ് നമ്മൾ അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആൻറ്റി പറയാം. അതിന് നമ്മൾ റേഷ്യോ വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരിതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ് ഞാൻ. അതിന് നിങ്ങൾ ഗ്രാഫിക്കലി നമുക്ക് മനസ്സിലായി ഇത് ഇൻ്റർസെക്റ്റിംഗ് ലൈൻ ആണെങ്കിൽ ഇതിനൊരു സൊല്യൂഷനേ ഉള്ളെന്ന്. ഇനി ആൾജിബ്രിക്കലി നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ശ്രദ്ധിച്ചോണം എല്ലാവരും. അപ്പോൾ ആൻറ്റി ഒരു എക്സാമ്പിൾ പറയാം. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു എക്സാമ്പിളാണ് x-2y = 0 ഒരു ഇക്വേഷൻ. ഇവിടെ ഈ 0 എന്ന് പറയുന്നത് ഇവിടെ സിക്ക് എന്ത് വാല്യൂ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരും. സിയുടെ വാല്യൂയോട് സി 0 ആണ് കേട്ടോ. അപ്പം അടുത്ത എക്സാമ്പിൾ ഇതൊരു പെയറിലെ ഒരു വൺ സൊല്യൂഷൻ. നെക്സ്റ്റ് പെയർ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടെണ്ണം വേണമല്ലോ. 3x + 4y - 20 ഇത് രണ്ടാമത്തെ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ എന്തായി? ഒരു പെയറായി. ഇപ്പോൾ ഈ ഒരു പെയറായപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ശ്രദ്ധിച്ചോണം. ഇനി നമുക്ക് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിന് നമ്മൾ ജനറൽ ഫോം എന്തായിരുന്നു? a1 x + b1 y + c1 = 0. ഇയാളുടെ എന്തായിരുന്നു? a2x + b2y + c2 = 0 ഇതായിരുന്നു. അപ്പം ഇനി നമ്മൾ നോക്കിയപ്പോൾ ആൻറ്റി എഴുതാൻ പോകും. ഇവിടെ a1 എന്താണ്? a1 എന്ന് പറയുന്നത് 1 ആണ്. b1 എന്ന് പറയുന്നത് -2 ആണ്. c1 എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ a2 എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. b2 എന്ന് പറയുന്നത് 4 ആണ്. c2 എന്ന് പറയുന്നത് -20 ആണ്. ഇനി നമ്മൾ പറഞ്ഞു ഒരു സൊല്യൂഷനേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഗ്രാഫ് ഇൻ്റർസെക്റ്റിംഗ് ലൈൻ ആണ് എങ്കിൽ നമുക്ക് ആ ഗ്രാഫിൽ നിന്നും ഉറപ്പായിട്ടും എന്ത് പറയാം? ഈ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ രണ്ടിനും കൂടി കോമൺ ആയിട്ട് ഒരു സൊല്യൂഷൻ എക്സിനും ഒരു വാല്യൂ വൈക്കും ഒരു വാല്യൂവേ ഉള്ളെന്ന് പറയാം. ആൾജിബ്രിക്കലി എങ്ങനെ മനസ്സിലാവും? അതാണ് നമ്മൾ കമ്പയർ ദ റേഷ്യോസ് ഓഫ് കോഎഫിഷ്യൻ. അതായത് a1 upon a2 നോട്ട് ഈക്വൽ b1 upon b2 ആണെങ്കിൽ ഇതെന്ത് പെയറായിരിക്കും? കൺസിസ്റ്റൻ്റ് പെയറായിരിക്കും. a1 by a2 ഇവിടെ -2 ആയിരുന്നു. ഞാൻ a1 by a2 നോട്ട് ഈക്വൽ b1 by b2 ആണെങ്കിൽ ഇത് കൺസിസ്റ്റൻ്റ് പെയർ ആയിരിക്കും. അതായത് only one സൊല്യൂഷനേ കാണും. നമുക്ക് നോക്കാം. a1 ഇവിടെ ആൻറ്റി എഴുതി. എത്രയാണ് a1? 1 upon a2 3. ഇനി ഇവിടെ ഞാനൊരു ഈക്വൽ സൈൻ തന്നെ കൊടുക്കുകയാണ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. നെക്സ്റ്റ് b2 എത്രയായിരുന്നു? b2 -2 upon b1 -2 b2 എന്ന് പറയുന്നത് 4. അപ്പോൾ ഒന്ന് ഇൻറ്റു ചെയ്തേ. 1 × 4 4, 3 × -2 -6. 4ഉം -6ഉം ഈക്വൽ ആണോ? അല്ല, നോട്ട് ഈക്വൽ ആണ്. കണ്ടോ? അപ്പം ഇതെന്ന് പറയുന്നത് ഇവിടെ a1 upon a2 നോട്ട് ഈക്വൽ b1 by b2 നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ, അപ്പോൾ ആൾജിബ്രിക്കലി നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ ഈ റേഷ്യോയിലാണ് ഈ ഇക്വേഷൻ കിടക്കുന്നത്. അപ്പോൾ എന്ത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷനാണ്? കൺസിസ്റ്റൻ്റ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷനാണ്. കൺസിസ്റ്റൻ്റ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷനാണ്. കൺസിസ്റ്റൻ്റ് പെയറിന് എന്താ ഉള്ളത്? പെയർ ഓഫ് ലീനിയർ ഇക്വേഷനാണ്. ഇയാൾക്ക് only one സൊല്യൂഷനേ ഉള്ളൂ. അപ്പം ആൾജിബ്രിക്കലി ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ഏത് പെയറാണെന്ന് മനസ്സിലായല്ലോ. അത് കണ്ടുപിടിക്കാൻ എങ്ങനെ? a1 upon a2 നോട്ട് ഈക്വൽ b1 by b2. അത് ഗ്രാഫിക്കലി അത് ഗ്രാഫൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ, നമ്മൾ വരയ്ക്കും. അപ്പോൾ ഗ്രാഫിക്കലി ഇത് ഇൻ്റർസെക്റ്റിംഗ് അറ്റ് എ പോയിൻ്റ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ ഏതായിരുന്നു പറഞ്ഞത്? കൺസിസ്റ്റൻ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? അതായത് നോ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. അതിന് മുന്നേ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടെണ്ണം ഉണ്ട്. ഡിപ്പെൻഡൻ്റ് ആൻഡ് കൺസിസ്റ്റൻറ്റിൻ്റെ ആണ് ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആൻറ്റി ആ രീതിയിൽ പോവാം. ആൻറ്റി അപ്പുറത്ത് എഴുതിയപ്പം തിരിച്ചായിരുന്നു എഴുതിയത്. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ബുക്കിലെ ടേബിളാണ് ആൻറ്റി പറഞ്ഞിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ടേബിൾ ആൻറ്റി ഇങ്ങോട്ട് എഴുതിയതാണ്. അതുകൊണ്ട് ഞാൻ ആ സെക്കൻഡ് എക്സാമ്പിൾ വെച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആൾജിബ്രിക്കലി എന്താണ്, ഗ്രാഫിക്കലി എന്താണ് നോക്കിയേ. ഫസ്റ്റ് കൺസിസ്റ്റൻറ്റിൻ്റെ മനസ്സിലായി, റിപ്പീറ്റ് ചെയ്യുകയാണ് ആൻറ്റി.
കൺസിസ്റ്റൻറ്റിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇൻ്റർസെക്റ്റിംഗ് ലൈൻ ആയിരിക്കും. അതിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് A1/A2 നോട്ട് ഈക്വൽ B1/B2 ആയിരിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നോ സൊല്യൂഷൻ. നോ സൊല്യൂഷൻ എന്ന് പറയുന്നത് തിരിഞ്ഞു പോയി ഞാൻ മറ്റേത് പറയാമെന്നായിരുന്നു പറഞ്ഞത്. ഇനിയിപ്പോൾ എന്തായാലും ഇത് തന്നെ പറയാം. നോ സൊല്യൂഷൻ ഉള്ളതിന് പറയുന്നത് എന്താണ്? ഇൻകൺസിസ്റ്റൻ്റ് പെയർ എന്നാണ് പറയുന്നത്. ഇൻകൺസിസ്റ്റൻ്റ്, മറ്റേത് കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ ഇത് ഇൻകൺസിസ്റ്റൻ്റ്. അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് A1/A2 ഈക്വൽ B1/B2 ബട്ട് നോട്ട് ഈക്വൽ C1/C2. എന്താ മറ്റടുത്ത് നമ്മൾ A1ഉം A2ഉം B1ഉം B2ഉം മാത്രം എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻറ്റിനെയാണ് കമ്പയർ ചെയ്യുക, കോഎഫിഷ്യൻ്റ് റേഷ്യോ ആണ് കമ്പയർ ചെയ്ത്. ഇവിടെ കോൺസ്റ്റൻറ്റ് ടേമും കൂടെ വരുന്നുണ്ട്. അപ്പം ഫസ്റ്റ് രണ്ടെണ്ണം ഈക്വലാണ്, സെക്കൻഡും തേർഡും നോട്ട് ഈക്വലാണ്. അപ്പം നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് രണ്ടാമതൊരു, കാരണം ആദ്യത്തേതിൽ നമുക്ക് ഇവിടെ തന്നെ നോട്ട് ഈക്വലാണ് വന്നത്, അപ്പോൾ ഇത് നമുക്കിവിടെ ഈക്വലാണ്. അപ്പോൾ നമ്മൾ വേറൊരു എക്സാമ്പിൾ എഴുതേണ്ടതായിട്ടുണ്ട്. അതെന്ന് പറയുന്നത് എഴുതുവാണ് x+2y - 4 = 0, 2x + 4y - 12 = 0. ഇതാണ് ഞാൻ എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പം നമ്മൾ ഇത് ആൾജിബ്രിക് മെത്തേഡാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് വന്നു, ആൻറ്റി എൻ്റെ ഗ്രാഫിക്കൽ എന്തായിരിക്കും? ഇത് ഗ്രാഫിൽ നിന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാവും? ഗ്രാഫിൽ ഇതിനെന്ന് പറയുന്നത് എക്സും വൈയും മീറ്റ് ചെയ്യാതെ പാരലൽ ലൈൻസ് ആയിരിക്കും. ഇവരിങ്ങനെ അങ്ങ് പോകും. എക്സും വൈയും അല്ല, എക്സിനും വൈക്കും വാല്യൂ ഇല്ല. അതായത് രണ്ട് സൊല്യൂഷനും തമ്മിൽ മീറ്റ് ചെയ്യാതെ പാരലായിട്ട് പോകും. അപ്പോൾ പാരലൽ ലൈൻസ് ഗ്രാഫിൽ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് മനസ്സിലാവണം? ഇത് നോ സൊല്യൂഷൻ ആണ്, ഇത് ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് മനസ്സിലാവണം. അപ്പം നമുക്ക് ഇനി ആൾജിബ്രിക്കലി കണ്ടുപിടിക്കാൻ പറയുമ്പോഴോ ഇതെല്ലാം നമുക്ക് എക്സസൈസ് ചെയ്യണം കേട്ടോ. അതാ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പം റിപ്പീറ്റ് ചെയ്യാൻ ഗ്രാഫിൽ ഇത് പാരലൽ ലൈൻസ് ആയിരിക്കും. നോ സൊല്യൂഷൻ ആണെങ്കിൽ ആൾജിബ്രിക്കലി എന്ത് കമ്പയർ ചെയ്യണം? A1/A2 B1/B2 ഈക്വൽ ആയിരിക്കണം. ബട്ട് B1/B2 C1/C2 നോട്ട് ഈക്വൽ ആയിരിക്കണം. നോക്കാം ശരിയാണോ എന്ന്. ഇവിടെ A1 എത്ര? A1 1, A2 A2 2, B1 എത്രയാണ്? 2, B2 4, C1 -4, C2 -12. നോക്കിയേ. അപ്പോൾ ഇതിനകത്തിൽ അതായത് കമ്പയർ ചെയ്യാൻ പോവാണ് A1/A2. A1/A2 എന്ന് പറയുന്നത് 1/2. അടുത്തത് B1/B2. ഇവിടെ ഇപ്പോൾ സൈനൊന്നും ഞാൻ ഇടുന്നില്ല, സിമ്പിളൊന്നും ഇടുന്നില്ല, കമ്പാരിസൺ ഒന്നും നടക്കുന്നില്ല. B1/B2 എന്ന് പറയുമ്പോൾ 2/4. ഇനി നിങ്ങൾ നോക്കിയേ, 2 × 2 4, 1 × 4, 1 × 4 4. അപ്പോൾ ഇവിടെ ഈക്വലായി, ഇതൊക്കെ ആയി ഈ കണ്ടീഷൻ. നെക്സ്റ്റ് ഞാൻ C1ൻ്റെ വാല്യൂ കൊടുക്കാൻ പോവാം. -4ഉം -12. നോക്കിയേ, 4 × -4 -16, 2 × -12 -24. ഈക്വലാണോ? അല്ല, നോട്ട് ഈക്വൽ. മനസ്സിലായോ? ഇതാണ് നോ സൊല്യൂഷൻ്റെ ആൾജിബ്രിക് കമ്പാരിസൺ. അതായത് ആൾജിബ്രിക് ഇതിന് നോ സൊല്യൂഷനാണോ, വൺ സൊല്യൂഷനാണോ, അതോ മെനി സൊല്യൂഷനാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ. നോ സൊല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ റേഷ്യോ ഇങ്ങനെയായിരിക്കും. മനസ്സിലായല്ലോ? അതിൻ്റെ ഗ്രാഫ് പാരലൽ ലൈൻസ് ആയിരിക്കും. ഇനി നമുക്ക് ഒരെണ്ണവും കൂടെ ഉണ്ട്. എന്താണ്? ഇൻഫിനിറ്റിലി മെനി സൊല്യൂഷൻ. ഇൻഫിനിറ്റിലി മെനി സൊല്യൂഷനെയാണ് നമ്മൾ ഡിപ്പെൻഡൻ്റ് ഓർ കൺസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഡിപ്പെൻഡൻ്റ് ഓർ കൺസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് അതിൻ്റെ ഗ്രാഫ് കോയിൻസിഡൻ്റ് ലൈൻ ആയിരിക്കും. എന്ന് പറയുമ്പോൾ ഒരു സൊല്യൂഷനിൽ തന്നെ കയറി കിടക്കും അടുത്ത സൊല്യൂഷൻ. അപ്പം ഇങ്ങനെ ഒരു ലൈനായിട്ട് തോന്നും. അതാണ് കോയിൻസിഡൻ്റ് ലൈൻ ആയിരിക്കും. അതിൻ്റെ കമ്പാരിസണോ, റേഷ്യോയുടെ കമ്പാരിസണോ A1/A2 ഈക്വൽ B1/B2 ഈക്വൽ C1/C2 ആയിരിക്കും. മെനി സൊല്യൂഷൻ ഉള്ളതിലെ 3 ചേട്ടന്മാരുടെയും റേഷ്യോ ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതിന് നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. 2x + 3y - 9 = 0, 4x + 6y - 18 = 0.
അപ്പോൾ A1 എത്ര? A1 2 A2 4 B1 3 B2 6 C1 -9 C2 -80. അപ്പം കമ്പയർ ചെയ്തേ. കമ്പയറിൽ എന്താണ് വേണ്ടത്? 3 പേരും ഈക്വൽ ആയിരിക്കും. അപ്പം നോക്കിയേ 2/4 അടുത്തത് 3/6 ഓക്കെ -9/80. നോക്കിയേ ഇതിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴും 1/2 കിട്ടും. ഇവരെ എന്ത് കിട്ടും? 1/2 കിട്ടും. ഇയാളെ എന്ത് കിട്ടും? മൈനസൂടെ ക്യാൻസലായി 1/2 കിട്ടും. അപ്പോൾ ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 തന്നെ കിട്ടും. അപ്പോൾ ഇത് 3ഉം ഈക്വലാണ്. കണ്ടോ? ഇങ്ങനെ വരികയാണെങ്കിൽ അതെന്ന് പറയുന്നത് എന്ത് സൊല്യൂഷൻ ആയിരിക്കും? ഡിപ്പെൻഡൻ്റ് ആൻഡ് കൺസിസ്റ്റൻ്റ് മിനി സൊല്യൂഷൻ കാണും. ഒരുപാട് സൊല്യൂഷൻ കാണും. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായപ്പോൾ ഒന്നുകൂടെ ഞാൻ ടേബിൾ വെച്ച് കമ്പയർ ചെയ്യുക. ഇപ്പം നിങ്ങളെ എക്സാമ്പിൾ വെച്ച് ഞാൻ പഠിപ്പിച്ചത്. ഇനി നമ്മൾ 3 മെത്തേഡ് ആണ് പഠിച്ചത്. ആൾജിബ്രിക്കലി കൺസിസ്റ്റൻ്റ് പെയറിന് എക്സാക്ട്ലി 1 സൊല്യൂഷൻ ആയിരിക്കും. അത് ഗ്രാഫിലൂടെ എങ്ങനെ കാണും? അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇൻ്റർസെക്റ്റിംഗ് ലൈൻ ആയിരിക്കും. ലൈൻ ആയിരിക്കും. പിന്നെ ഇൻഫിനിറ്റിലി അതിൻ്റെ റേഷ്യോയുടെ കമ്പാരിസണോ A1/A2 നോട്ട് ഈക്വൽ B1/B2 ആയിരിക്കും. അടുത്തതെന്ന് പറയുന്നത് ഇൻഫിനിറ്റിലി മെനി സൊല്യൂഷൻ ഉള്ളത്. അതിന് ഡിപ്പെൻഡൻ്റ് ആൻഡ് കൺസിസ്റ്റൻ്റ് എന്ന് പറയുന്ന അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് കോയിൻസിഡൻ്റ് ലൈൻ ആയിരിക്കും. ഒന്നിന് മീതെ തന്നെ അടുത്തതും കിടക്കും. അതിൻ്റെ റേഷ്യോ 3 റേഷ്യോയും A1/A2 ഈക്വൽ B1/B2 ഈക്വൽ C1/C2 ആയിരിക്കും. നെക്സ്റ്റ് നോ സൊല്യൂഷൻ എക്സിനും വൈക്കും വാല്യൂ കിട്ടാതുള്ള പെയറിന് പറയുന്ന ഇൻകൺസിസ്റ്റൻ്റ് പെയർ എന്നാണ്. അതിൻ്റെ ഗ്രാഫ് 2 പാരലൽ ലൈൻസ് ആയിരിക്കും. അതിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ റേഷ്യോ A1/A2 ഈക്വൽ B1/B2 നോട്ട് ഈക്വൽ C1/C2. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇനിയുള്ള പാർട്ട് നല്ലതായിട്ട് മനസ്സിലാവും. ഒരു വട്ടം കണ്ട് മനസ്സിലായില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണണം. ഇത് ആൻറ്റി കാണാത്ത ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്കും ആൻറ്റി കണ്ടിട്ടുള്ളവർക്കും എല്ലാവർക്കും വേണ്ടി ആൻറ്റിയെ കൊണ്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം എന്ന് കരുതി മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. ആൻറ്റി ഇനി ഇടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. താങ്ക് യു.